ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ നെഹാസ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ശിശുദിനാഘോഷത്തിൻ്റെ പരിപാടിയാട്ടോ. അപ്പം അത് നമ്മുടെ പരപ്പനങ്ങാടി KK ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ മോനെ അതിൽ കളറിങ്ങിനാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സമയം രാവിലെ 8:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ നമ്പറൊക്കെ കിട്ടി. അവർക്ക് അവിടെ നിന്ന് തന്നെ ഒരു ജേഴ്സിയൊക്കെ അണിഞ്ഞു കൊടുത്ത് അവരെന്നെ നമുക്ക് രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് അവരെ ഉള്ളിലോട്ട് കടത്തുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എവിടുത്തെ കളറിങ്ങിന് അങ്ങനെ മോനോട് അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഊരിയതിന് ശേഷം ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി നമ്മളോട് അവർ പറഞ്ഞു മെയിൻ സ്റ്റേജിൻ്റെ ഹോളിൽ പോയിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി. ഇനി അവരുടെ മത്സരം കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ഉള്ളിലോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതവിടെ ഒരുവിധം 4 സ്റ്റേജായിട്ടോ നടക്കുന്നത്. 4 സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്. നമുക്കിതാ നമ്മുടെ അരികിലേക്കൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഏകദേശം ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ എത്തിയത്. ഏതായാലും കേക്കൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ ഓരോരുത്തർ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരുവിധം എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അപ്പോൾ ഇവളെ മോള് കളറിങ്ങിനാട്ടോ. ആൾ കരങ്ങിയിട്ട് അവിടെ ഇരുന്നില്ല. കുറച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കി. മക്കളൊക്കെ കളർ കൊടുക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് നമുക്കൊരു ചാച്ചാജിയെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ നെഹാസിൻ്റെ ചെയർമാനും കൂടെ ആയിട്ടുള്ള ആളാണ്. നമുക്ക് ചാച്ചാജിയായിട്ട് അന്നത്തെ ദിവസം ഒരു ഗസ്റ്റായിട്ട് എത്തിയതാണ്. ഈ പി സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ കൂടെയാണ്. എനിക്ക് സാധാരണ ഞാൻ പലർക്കും സർപ്രൈസ് കൊടുക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മുടെ ആപ്പ എന്ന് വിളിക്കുന്ന പി സാർ വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ചാച്ചാജിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ആപ്പാനോട് നമ്മുടെ പരിപാടിയെ പറ്റിയിട്ട് ഒരു 2 സെന്റൻസ് അപ്പാക്ക് ചെറിയൊരു തൊണ്ട വേദന ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നമസ്കാരം. ആചാര്യ എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് കുട്ടികളെ നോക്കാൻ ജീവനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചൈതന്യമായിരുന്നു. ഒരുപാട് മധുരിക്കുന്ന സ്മരണകൾ.
പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകളാട്ടോ കൊടുക്കുന്നത്. നല്ല അടിപൊളി ഗിഫ്റ്റുകളാട്ടോ കിട്ടാറുള്ളത്. എൻ്റെ മോൻ ഇവിടെ ഇപ്പോൾ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അവൻ്റെ 4ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അവന്. ഇപ്പോൾ ഇവിടെ 12ാമത്തെ സീസണാണിത്. ഏകദേശം നല്ല അടിപൊളി പരിപാടി കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ ഇനി ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഓരോരുത്തർക്കും ഓരോ സമയമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസിന് ഒരു എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രജിസ്റ്റർ കൗണ്ടറിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചെസ് നമ്പർ 533, ചെസ് നമ്പർ 534, ചെസ് നമ്പർ 7, ചെസ് നമ്പർ 539, ചെസ് നമ്പർ. അപ്പോൾ ഇതാ എൻ്റെ മോനും അമ്മാവിൻ്റെ മോനും കൂടെ ആയിട്ട് ഒരുമിച്ച് മത്സരിച്ചത് രണ്ടാളും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും സമ്മാനം വാങ്ങാനായിട്ട് ഇതാ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ കസിനിൻ്റെ കുട്ടികളുടെ പാട്ട് പരിപാടികൾ നടക്കും കേട്ടോ. നേരം 100 പ്രാർത്ഥനകൾ നെഹ്റു നേതാക്കി. ഇനി നമുക്ക് പാട്ട് ഒരാൾക്കും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. നമ്മുടെ ബത്തുവിൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അവിടെ പോയ സമയത്ത് എൻ്റെ സ്റ്റുഡൻസുകളെ എനിക്ക് കാണാൻ പറ്റി കേട്ടോ. ഇതാ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഈ പാടുന്നത്. ഇനി അടുത്തത് നമ്മളെ ബത്തൂലിനായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ സ്റ്റേജിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാ നല്ല ഉഷാറായിട്ട് തന്നെ ആൾ പാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്. പരിപാടി മുഴുവനായിട്ട് കഴിയാനും നിന്നിട്ടില്ല. നമ്മുടെ മക്കളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പോന്നിട്ടുണ്ട്. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു ചിൽഡ്രൻസ് ഡേക്ക് മക്കൾക്കൊരു വെറൈറ്റി പരിപാടികളൊക്കെ നടത്തുന്നതിന് നഹാസ് ഹോസ്പിറ്റലിലും അലാവുദ്ദീൻ സാർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു.